പാസ്റ്റൽ പാലറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്ഷണപ്രിയരായ, പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലെ കരീംസ് എന്ന മുഗളായി റെസ്റ്റോറൻ്റാണിത്. ലാസ്റ്റ് മുഗൾ എംപററായിരുന്ന ബഹാദൂർ ഷാ സഫറിൻ്റെ റോയൽ കോർട്ടിലുള്ള ഒരു കുക്കായിരുന്നു അത്രേ ഹാജി കരീമുദ്ദീൻ. ഈ ഹാജി കരീമുദ്ദീൻ 1913 തുടങ്ങിയ ഒരു കുഞ്ഞു റെസ്റ്റോറൻ്റാണിത്. ചാന്ദിനി ചൗക്കിലുള്ള പ്രസിദ്ധമായ ജമാ മസ്ജിദിൻ്റെ അടുത്തുള്ള ഗലി കബാബിയനിലാണ് ഇതുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി ഈ ചാന്ദിനി ചൗക്കിലെത്തി ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ എത്തിയാൽ നമുക്കൊരു വേറിട്ടൊരു രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ കഴിയാറായപ്പോഴാണ് എനിക്ക് നിങ്ങളെയും കൂടി എല്ലാവരെയും അറിയിക്കണം, ഇതിൻ്റെ വ്യത്യസ്തമായ രുചി എല്ലാവരും ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയത്. ബിരിയാണി ഞാൻ കഴിച്ചായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ അവരുണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ച് റെക്കോർഡ് ചെയ്തതാണിത്. അപ്പോൾ അവരുടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പറഞ്ഞു. पीस है, नदी का पीस है, और ये मटन है ना, मटन कौरमा, और ये बाकी भेजा है चिकन करी, खलेजी गुर्दा, कीमा, बादाम पसंदा, उधर बादाम पसंदा। इसका नाम क्या है बोलिए? बादाम पसंदा, बादाम पसंदा, बादाम पसंदा। അപ്പോഴാണ് ഞാൻ അവരുടെ ബോർഡും അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച കാര്യം വായിച്ചത്. അപ്പോൾ ഇത് ഹാജി കരീമുദ്ദീൻ സ്റ്റാർട്ട് ചെയ്തതാണെന്നും പിന്നെ അവർ എഴുതിയിട്ടുള്ളത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ 99 പേരിൽ ഒരു പേരാണ് അത്ര കരീം. ആ കരീം എന്ന പേരിലുള്ളതുകൊണ്ട് ഇത് എല്ലാ ദിവസവും ഡേ ബൈ ഡേ ഇത് വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. I want to earn fame and money by serving the royal food to the common man. Allah has 99 names and Kareem is one of them. It is because of this very name, Kareem is growing day by day. ഓരോ ഫുഡും ഒന്നിനൊന്ന് മെച്ചം. അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുള്ള ഓരോരുത്തരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. റോയൽ ഫുഡ് സാധാരണക്കാരിൽ എത്തിക്കാനാണ് ഇത് തുടങ്ങിയത്. ഡൽഹിയിലെ വേറെ ഒരു റെസ്റ്റോറൻറ്റിലും ഈ രുചി നിങ്ങൾക്ക് കിട്ടില്ല. ഫാമിലിയുടെ 4ാമത്തെ ജനറേഷനാണ് ഇന്ന് ഈ കട നടത്തുന്നത്. ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ കരീംസ് ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും ഈ ഒരു കൊച്ചു കടയിൽ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ രുചി, ആ ഒരു റെസിപ്പി അവർ സ്വകാര്യമായിട്ട് വെക്കുന്നതാണ് അത്രേ. അവർ മറ്റാർക്കും അത് പകർന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കേട്ടറിവ്. അതുകൊണ്ട് ഈ കരീംസ് വേറെ ഇവിടെ കഴിച്ചാലും ഇവിടുത്തെ കരീംസ് അല്ലേ എന്ന് വിചാരിക്കേണ്ട. ഇത് വേറെ തന്നെ യുണീക്കായിട്ടുള്ള ഒരു ഫുഡ്. മട്ടൻ സീഖ് കബാബ്സ്, മട്ടൻ കൊർമ, തന്തൂരി ഭാര, പിന്നെ ഒരുപാട് ബിരിയാണികൾ, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം. കരീംസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാണുന്ന ആ ഗലിയിൽ നിന്ന് പുറത്തു വന്ന റോഡിൽ കാണുന്ന കടകളാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഉണ്ടാക്കുന്ന സാധനം കുനാഫ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ള അത് നിങ്ങൾ കണ്ടോ എങ്ങനെയാണ്. കുനാഫ ഉണ്ടാക്കി 2 സൈഡിലും ബ്രൗൺ ആയിട്ട് മുകളിൽ കുറച്ച് ലെമൺ വാട്ടർ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കുനാഫേൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഷാഹി ടുക്ര എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്വീറ്റ്. പിന്നെ മുഹബത്ത് കാ സർബത്ത്, ഇതാണ് ഷാഹി ടുക്ര. इसका नाम क्या है? क्या? शाही टुकड़ा। ये हो गया, ये वाला बिरयानी कैसा है? दोनों साइड में ब्राउन होना है, ठीक है।
नींबू पानी है। हो गया। ചാന്ദി ചൗക്കിൽ നിന്ന് ഈ കരീംസിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഞാൻ മടങ്ങി പോകുന്ന വഴിയില്ല റോഡ് സൈഡിലുള്ള ദൃശ്യങ്ങളാണ്. ചാന്ദി ചൗക്കിൽ ഒരുപാട് ഹോൾസെയിൽ സാധനങ്ങളൊക്കെ ആൾക്കാർ വന്ന് വാങ്ങുന്ന സ്ഥലങ്ങളാണ് ഇത്. ഡൽഹിയിലോട്ട് പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലിക്കോ ആർക്ക് വേണ്ടിയാണ് ഇത് ഉപകാരപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോയുമായി വേഗത്തിൽ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. പുറത്തോട്ട് നോക്കിയാൽ കാണുന്നത് റെഡ് ഫോർട്ടാണ്. ചുവന്ന കളറുള്ള വെള്ളത്തിലാകുന്ന റെഡ് ഫോർട്ട്.